അത് ഷിയാക്കൾ ഉണ്ടാക്കിയല്ലേ ഷിയാക്കളാണ് ഇത് തുടങ്ങിയത് എന്നതിന് ആധികാരികമായ രേഖ. കുറച്ച് പഴക്കമുള്ള ഒരു ഗ്രന്ഥമാണ് ഇമാം മഖരിസി റഹിമഹുള്ളയുടെ അൽ ഖുത്തത്ത് എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ കാണാം വകാന ലിൽ ഖുലഫായിൽ ഫാത്തിമീന ഫീ തൂലിസ്സന അയാദ് വമവാസിം. എന്താറിയോ, ഫാത്തിമിയാക്കളായ ഖലീഫമാർക്ക്, ഫാത്തിമിയാക്കൾ എന്തായാലും അഹ്ലുസുന്നല്ലല്ലോ, അവർക്ക് ഒരു വർഷം, ആ വർഷത്തിൽ മുഴുവൻ എന്തുണ്ട്, ആഘോഷങ്ങളുണ്ട്. വർഷ ആരംഭത്തിൽ ആഘോഷമുണ്ട്, ആശുറായിനുണ്ട്, വമൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുക, അലി റളിയല്ലാഹുവിന്റെ ജന്മദിനം, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അവരൊക്കെ ജന്മദിനം കൊണ്ടാടുക എന്ന സ്വഭാവം ആർക്കുണ്ട്? ഫാത്തിമിയാക്കൾക്കുണ്ട്. അതിന്റെ അപ്പുറത്തേക്കില്ല. അദ്ദേഹം എന്തിനാണ് ഈ കിതാബ് വായിച്ചത്? നബിദിനാഘോഷം ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമിയാക്കൾ തുടങ്ങിയത് എന്ന് പറയാനല്ലേ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇദ്ദേഹം വായിച്ച വരികളിൽ എവിടെയെങ്കിലും ഇത് ഷിയാക്കളാണ് തുടങ്ങിയത് എന്ന്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അവരുടെ ഹുബ്ബ് കൊണ്ട് സ്നേഹിച്ച് സ്നേഹപ്രകടനം നടത്തുന്നത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇദ്ദേഹം ഇങ്ങനെ കളവ് പറയുന്നത്? അയാൾ ഇങ്ങനെ ഇബാറത്തുകൾ വായിക്കുക, എന്നിട്ട് പറയാം ആന കോട്ടുവായിട്ടു, പൂവും കോഴി മുട്ടയിട്ടു. അതിനെന്താ തെളിവ്? മൂപ്പര് എന്തോ ഒരു അറബി വായിക്കുക. ഇങ്ങനെയാണോ തെളിവ് പറയേണ്ടത്? ഇദ്ദേഹം വായിച്ച കിതാബ് ബഹുമാനപ്പെട്ട ഇമാം മഖരിസിയുടെ അൽ ഖുത്തത്ത് എന്ന് പറയുന്ന കിതാബാണ്. ആ കിതാബിൽ എന്താ പറയുന്നത്? ഫാത്തിമിയാക്കളുടെ ആഘോഷങ്ങളെ കുറിച്ച് പറയാണ്. അവരൊരു വർഷം മുഴുവനും അവർക്ക് ആഘോഷം ഉണ്ടായിരുന്നു. ആഷുറാ ദിവസം ആഘോഷമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷമായിരുന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും ജന്മദിനം ആഘോഷമായിരുന്നു. അതുപോലെ റമളാൻ മാസം അവർക്ക് ആഘോഷമായിരുന്നു. ഈദുൽ ഫിത്തർ ആഘോഷമായിരുന്നു. ഈദുൽ അദ്ഹ ആഘോഷമായിരുന്നു. ഇങ്ങനെ അവർക്ക് ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ട് എന്നല്ലാതെ ഇത് തുടങ്ങിയത് ഫാത്തിമിയാക്കളാണ് അങ്ങനെ ഒരു വരി കാണിച്ചു തരാൻ ഈ മൗലവിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇദ്ദേഹത്തിന് എന്തൊരു കോൺഫിഡൻസ് അറിയോ? ഇദ്ദേഹത്തെ കേൾക്കുന്ന ഇദ്ദേഹത്തിന്റെ അണികൾക്ക് ഒരു വിവരവും ഇല്ല എന്നുള്ള കോൺഫിഡൻസ് ആണ് ഇദ്ദേഹത്തിനുള്ളത്. അൽ ഖുത്തത്തുൽ മഖരിസി എന്ന് പറയുന്ന ഇതേ കിതാബിൽ തന്നെ അതിന്റെ 3-ാം വാള്യത്തിൽ കൃത്യമായി മീലാദാഘോഷത്തിന്റെ വിപുലമായ സംഭവങ്ങൾ വിശദീകരിക്കുന്ന രാജാക്കന്മാരും ഇമാമിങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന മീലാദാഘോഷത്തെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് ഈ കിതാബിന്റെ മറ്റൊരു വാള്യത്തിൽ പറയുന്നുകൂടെ ഉണ്ട്. കഴിഞ്ഞ ചെറുവാഴി സംവാദത്തിൽ ഈ കിതാബ് താരീഖുൽ ഇഹ്തിഫാൽ ബിൽ മൗലിദിൻ നബവി, നബിദിനാഘോഷത്തിന്റെ ചരിത്രം, അത് ആ കിതാബ് എടുത്തു കാണിച്ച് മുസ്ലിയാക്കന്മാരെ മുഖത്ത് നോക്കി ചോദിച്ചു. ആ ഫാത്തിമിയ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോ അന്നാണ് എന്ത് ഈ ഇഹ്തിഫാൽ മൗലിദ് എന്ന ഫിക്ര, ആ ഫിക്ര തുടങ്ങിയത്. ഈ ഇഹ്തിഫാൽ ബിൽ മൗലിദ് അന്നബവി ശരീഫ്, ഇതിന്റെ ചിന്ത, ഇതിന്റെ ആലോചന, അത് പൊട്ടിമുളച്ചത് ഫാത്തിമിയാക്കളില്ല. തെളിവ് 2. ചെറുവാടി സംവാദത്തിൽ വായിച്ചത് എന്ന് അഭിമാനത്തോടു കൂടെ നിങ്ങൾ പറഞ്ഞ ഈ കിതാബ് ഏതാണ്? താരിഖുൽ ഇഹ്തിഫാൽ ബിൽ മൗലിദിൻ നബി എന്ന് പറഞ്ഞ ഈ കിതാബ് ഇവിടെ ആരും കണ്ടിട്ടില്ല, ആർക്കും കാണൂല, ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ പറ്റിക്കാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ അണികൾ അങ്ങനെ ആയിരിക്കാം. വിവരവും ബോധവുമുള്ള ആളുകൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്നും കൂടി മിസ്റ്റർ കാര മൗലവി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഇദ്ദേഹം ഇതിന് മുമ്പും ഇത് വായിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പിടികൂടിയതാണ്. ഹസൻ അസ് സന്ദൂബി എന്ന് പറയുന്ന 1967 മരണപ്പെട്ട ഏതോ ഒരു മിസ്രിലെ പണ്ഡിതന്റെ കിതാബ് എടുത്തിട്ടാണ് വലിയ ആധികാരികമായ രേഖയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. എത്രത്തോളം നിങ്ങൾ നിലവാരത്തിൽ അധപ്പതിച്ചു പോയി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ മുൻഗാമികളായിട്ടുള്ള വഹാബികൾക്ക് പോലും ഇല്ലാത്ത ഒരു പുതിയ വാദം നിങ്ങൾ കൊണ്ടുവന്നു, ഇത് ഷിയാക്കൾ തുടങ്ങിയതാണെന്ന് പറഞ്ഞിട്ട്. മുൻഗാമികളായിട്ടുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട മലിക്കുൽ മുളഫർ, നിങ്ങൾ ഷിയാണെന്നാണ് പറയാറുള്ളത്, അവർക്ക് പോലും തർലിയത്ത് ചൊല്ലി വലിയ നല്ല ആളായിട്ട് അവതരിപ്പിക്കുകയും നബിദിനാഘോഷം നല്ലതാണ് എന്ന് മുൻഗാമികളായ വഹാബികൾ പോലും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും ഇല്ലാത്ത പുതിയ വഹാബിസത്തിൽ പോലും പുത്തൻവാദം നിങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് ഇത് ഷിയാക്കളതാണെന്ന് അവതരിപ്പിച്ചു. അതിനുള്ള പ്രമാണവും അതും ഒരു പുത്തൻവാദിയായിട്ടുള്ള 1967 മരണപ്പെട്ട നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം 1935 കാലഘട്ടങ്ങളിലൊക്കെ ഈ മൗലിദിനെ അംഗീകരിച്ചുകൊണ്ട് അൽ ഇർഷാദിലും അൽ മുർഷിദിലും നിങ്ങളുടെ പൂർവ്വകാല മൗലവിമാർ പോലും എഴുതിയിട്ടുണ്ട്. അതുപോലും വിട്ടിട്ട് നിങ്ങൾ മറ്റേതൊക്കെയോ തെളിവുകളുടെ പിന്നാലെ പോയി സുന്നികൾക്കെതിരെ പ്രവാചക സ്നേഹം കൽബിൽ നിന്ന് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന മെനക്കേട് എത്ര മോശമാണ്. നിങ്ങൾ 2 തെളിവുകളാണ് പറഞ്ഞത്. ഒന്ന് ഇമാം മഖരിസിയുടെ കിതാബ് വായിച്ച, ആ കിതാബിൽ അങ്ങനെ സംഭവമേ ഇല്ല. രണ്ടാമത് വായിച്ചത് താരിഖുൽ ഇഹ്തിഫാൽ ബിൽ മൗലിദിൻ നബി എന്ന് പറയുന്ന ഹസൻ സന്ദൂബിയുടെ കിതാബാണ്. ഈ കിതാബ് ആർക്ക പ്രമാണം? ആരും പ്രമാണമായി കാണാത്ത ഒരു കിതാബ് എടുത്തുകൊണ്ടുവന്ന് 4 അറബി വായിച്ചു കഴിഞ്ഞാൽ ആളുകളെ പറ്റിക്കാമെന്നുള്ളൊരു മോഹമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. നിങ്ങളുടെ കുഞ്ഞാടുകളായിട്ടുള്ള അണികൾ ഇതൊന്നും കാണുന്നില്ലേ? അവർക്ക് തീരെ ബുദ്ധി ഇല്ലാതായി പോയോ എന്നൊക്കെയാണ് ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ആലോചിച്ചു പോകുന്നത്. അള്ളാഹു തആല നിങ്ങളെ തൊട്ട് ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.